ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡി ആയിട്ടുള്ള ഒരു സ്രഗിൻ്റെ വീഡിയോ ആണ് കാണിക്കുന്നത്. നമുക്ക് നോർമൽ ആയിട്ടുള്ള ഒരു ഡ്രസ്സിൻ്റെ മുകളിലും അതുപോലെ തന്നെ മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സിൻ്റെ മുകളിലും പർദ്ദയുടെ മുകളിൽ പോലും ധരിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഓവർകോട്ട് അല്ലെങ്കിൽ സ്രഗാണ് ഇന്ന് കാണിക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സജിതാസ് ക്രിയേഷൻ. ഞാനിവിടെ ജോർജറ്റ് ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. 5.5 മീറ്റർ ക്ലോത്തിലാണ് ഞാനിത് ചെയ്യുന്നത്. നല്ല പോലെ ഫ്രില്ല് വേണമെങ്കിൽ നമുക്ക് 6.5-7 മീറ്ററോളം എടുക്കാം. എന്നാൽ ഫ്രില്ല് കുറവേ വേണ്ടു എന്നുണ്ടെങ്കിൽ 4-4.5 മീറ്ററിലും നിങ്ങൾക്കിത് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്കിത് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ആദ്യം തന്നെ ഞാനിവിടെ ബാക്ക് പോർഷൻ മാത്രമാണ് ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്ക് യോക്ക് പോർഷൻ്റെ ഇറക്കം വേണ്ടത് 14 ഇഞ്ചാണ്. മുകളിലും താഴെയും തയ്യൽ തുമ്പടക്കം 15 ഇഞ്ച് ഇറക്കത്തിലാണ് ഞാനിത് എടുത്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഇത് ഞാൻ രണ്ടായിട്ട് മാത്രമേ ഫോൾഡ് ചെയ്തിട്ടുള്ളൂ. കാരണം ബാക്ക് പോർഷൻ മാത്രമാണ് കേട്ടോ ഇത്. ഫ്രണ്ട് പോർഷൻ ഫ്രണ്ടിൽ ഓപ്പൺ കൊടുക്കുന്നത് കൊണ്ട് തന്നെ എക്സ്ട്രാ എടുത്തിട്ട് കട്ട് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് സെപ്പറേറ്റ് ആണ് ചെയ്യുന്നത്. ഇതിൻ്റെ വീതി എന്ന് പറയുന്നത് നമുക്ക് എത്രയാണോ ചെസ്റ്റ് അളവ് അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി ആഡ് ചെയ്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഷോൾഡർ മാർക്ക് ചെയ്യുക എന്നുള്ളതാണ്. നോർമലി നിങ്ങളൊരു ഡ്രസ്സിന് എത്രയാണോ ഷോൾഡർ എടുക്കാറുള്ളത് അതിൽ നിന്നും ഒരു 1/4 ഇഞ്ച് എക്സ്ട്രാ എടുക്കുക. കാരണം നമ്മൾ ഡ്രസ്സിൻ്റെ മുകളിലാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഇതാ 7.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആം ഹോളിൻ്റെ മാർക്കിങ്ങും 7.25 ഇഞ്ച് തന്നെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്യുക. അതിനുശേഷം നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് ചെസ്റ്റിൻ്റെ അളവാണ്. ചെസ്റ്റ് എനിക്ക് വേണ്ടത് 10 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പടക്കം 11 ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങൾ 2 ഇഞ്ച് തയ്യൽ തുമ്പ് എടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും എടുക്കാം കേട്ടോ. അപ്പോൾ കൃത്യമായിട്ട് ഞാനിവിടെ 11 ഇഞ്ച് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ആം ഹോള്. ഇനി നമുക്ക് ഏറ്റവും താഴ്വശത്തെ വീതി ഒന്ന് മാർക്ക് ചെയ്യാം. താഴ്വശം എനിക്ക് വേണ്ടത് 9 ഇഞ്ചാണ്. പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പടക്കം 10 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത്. വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 ഇഞ്ച് ലൂസ് എല്ലായിടത്തും കൊടുക്കുക കേട്ടോ. നമുക്ക് കുറച്ച് ലൂസ് വേണം, ഓവർകോട്ടാണ്, അതുകൊണ്ട് തന്നെ ലൂസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 1/2 ഇഞ്ച് ലൂസ് എല്ലാ സ്ഥലത്തും കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ആം ഹോളിൻ്റെ ആ ഒരു ഭാഗത്ത് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അത് ഷോൾഡർ ഒന്ന് സ്ലോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇവിടെ നമ്മൾ നെക്ക് ഇപ്പോൾ മാർക്ക് ചെയ്യുന്നില്ല. ബാക്ക് നെക്ക് നമ്മൾ മാർക്ക് ചെയ്യോ കട്ട് ചെയ്യോ ഒന്നും ചെയ്യുന്നില്ല. ഇനി നമ്മളിത് ഇതുപോലെ ഈ ഒരു ഭാഗത്ത് ഒരു 3/4 ഇഞ്ച് കയറ്റി മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതാ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം കേട്ടോ. കാരണം ആ ഒരു ഭാഗം തൂങ്ങിപ്പോവാതിരിക്കാനാണ് നമ്മളിതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിതാ ഈ മുകൾ വശം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. മാർക്ക് ചെയ്ത പോയിന്റിലൂടെ ബാക്കിയൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പം നമ്മളിത് കൃത്യമായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്യണം. അപ്പോൾ ഇതുപോലെ ക്ലോത്ത് രണ്ടായി ഫോൾഡ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ആ ഫോൾഡ് വരുന്ന ഭാഗത്ത് 1 ഇഞ്ച് എക്സ്ട്രാ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. കാരണം നമ്മൾ ഫ്രണ്ട് ഓപ്പണിങ് ചെയ്യുമ്പോൾ അവിടെ ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ 1 ഇഞ്ച് നമ്മൾ അധികം കൊടുക്കുന്നത്. ഇനി ചെയ്യേണ്ടത്, നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ആ ബാക്ക് പോർഷൻ ഈ ഫ്രണ്ട് പോർഷൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കണം. ഇങ്ങനെ വെക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത ആ 1 ഇഞ്ച് വിട്ടിട്ട് വേണം നമ്മൾ ഈ ബാക്ക് പോർഷൻ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്കിതാ ഇതുപോലെ കണ്ടാൽ മനസ്സിലാവും. ഫ്രണ്ട് പോർഷൻ ആ ഫോൾഡ് വരുന്ന ഭാഗത്ത് താഴ്വശം വരെ 1 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. നോർമൽ വീതിയേക്കാളും 1 ഇഞ്ച് എക്സ്ട്രാ എടുക്കണം കേട്ടോ. അതിനുശേഷം ഫ്രണ്ട് പോർഷൻ്റെ കറക്റ്റ് അളവിൽ ബാക്ക് പോർഷനിൽ ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുക കേട്ടോ. കാരണം നമുക്ക് വേറെ അളവുകളൊന്നും എടുക്കേണ്ടതില്ല. ഈ ഫ്രണ്ട് പോർഷൻ എങ്ങനെയാണോ കട്ട് ചെയ്തത് അതുപോലെ ഒന്ന് വരച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ. ഇപ്പോൾ കണ്ടോ, നമ്മളത് കറക്റ്റായിട്ട് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്കിൻ്റെ വീതി മാർക്ക് ചെയ്യാം. 2.25 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. നമ്മൾ 1 ഇഞ്ച് വിട്ടില്ലേ, ആ ഒരു വിട്ട ലൈനിൻ്റെ മുകളിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ 2.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നെക്കിൻ്റെ ഇറക്കം നമുക്കൊരു 7 ഇഞ്ച് മാർക്ക് ചെയ്യാം. നോർമലി ഞാനൊരു 6 ഇഞ്ചാണ് നെക്കിൻ്റെ ഇറക്കം എടുക്കാറുള്ളത്. പക്ഷെ ഇതൊരു ഓവർകോട്ട് പോലെ ഇടുന്നത് കൊണ്ട് തന്നെ 1 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ട് 7 ഇഞ്ചാണ് കേട്ടോ ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ നെക്കിനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഏത് ഷേപ്പാണോ വേണ്ടത് അതിനനുസരിച്ച് ഷേപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ റൗണ്ട് നെക്കാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിത് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കട്ട് ചെയ്യുമ്പോൾ നമ്മൾ എക്സ്ട്രാ എടുത്ത ആ 1 ഇഞ്ച് ഉൾപ്പെടെ എടുത്തിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ബാക്കിയൊക്കെ നമ്മൾ മാർക്ക് ചെയ്ത പോയിന്റിലൂടെ തന്നെ അങ്ങ് കട്ട് ചെയ്തെടുക്കാം.
കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ ഫ്രണ്ട് പോർഷൻ നമുക്കിതുപോലെ ഒന്ന് ഓപ്പൺ ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ ഫ്രണ്ട് ഓപ്പൺ ആയിട്ടാണ് ഈ ഒരു സ്ട്രഗ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഫ്രണ്ട് പീസിനെ ഇതുപോലെ രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഫ്രണ്ട് പീസ് ഓപ്പൺ ചെയ്തിട്ടാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതുപോലെ കറക്റ്റായിട്ട് ആം ഹോളിൻ്റെ അളവെടുക്കുക. നമുക്ക് സ്ലീവിൻ്റെ വീതി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. 10 ഇഞ്ചാണ് കിട്ടിയത്, പക്ഷെ അത് മുഴുവനായിട്ടും എടുക്കാറില്ല. 1 ഇഞ്ച് കുറച്ചിട്ട് 9 ഇഞ്ചാണ് എടുക്കുന്നത് കേട്ടോ. കണ്ടോ, ആ 9 ഇഞ്ചിലാണ് ക്ലോത്തിനെ ഞാനിവിടെ 4ആയിട്ട് ഫോൾഡ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ആ 9 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തു. അതിനുശേഷം നമ്മൾ അവിടുന്ന് താഴ്വശത്തേക്ക് ഒരു 3 ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതാ മുകളിൽ നിന്നും ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. കറക്റ്റായിട്ട് ഷേപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് താഴ്വശത്തെ വീതി എടുക്കാം. താഴ്വശം നമുക്ക് വേണ്ടുന്ന വീതി പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പ്, അങ്ങനെ ഞാനിവിടെ അതാ 6.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അതിനുശേഷം നമുക്കതിൻ്റെ തൊട്ട് മുകളിലേക്കായിട്ട് 7 ഇഞ്ച്, 7.5 ഇഞ്ച്, 8 ഇഞ്ച് അങ്ങനെ മുഴുവനായും മുകളിലേക്ക് മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്ത പോയിന്റിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് വേണ്ടുന്ന ഇറക്കമാണ് എടുക്കേണ്ടത്. നമുക്ക് എത്രയാണോ ഇറക്കം വേണ്ടത് അതെടുക്കാം. പക്ഷേ നമ്മൾ ഫസ്റ്റ് തന്നെ യോക്ക് പോർഷൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എനിക്ക് ടോട്ടലി വേണ്ടുന്ന ഇറക്കം എന്ന് പറയുന്നത് 53 ഇഞ്ചാണ്. ഒരു തയ്യൽ തുമ്പും കൂട്ടാതെയാണ് ഈ 53 എനിക്ക് വേണ്ടുന്ന ഇറക്കം വരുന്നത്. അപ്പോൾ ആ ഇറക്കത്തിൽ ഫസ്റ്റ് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യോക്ക് പോർഷൻ ഒരു 14 ഇഞ്ചിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ ഇറക്കത്തിൽ നിന്നും നമ്മൾ എത്രയാണോ യോക്ക് പോർഷൻ്റെ ഇറക്കം എടുത്തത് അത് കുറയ്ക്കുക കേട്ടോ. അപ്പം ഞാനിവിടെ 14 ഇഞ്ച് കുറയ്ക്കുമ്പോൾ എനിക്ക് 39 ഇഞ്ചാണ് കിട്ടുന്നത്. ഈ 39 ഇഞ്ചിനെയാണ് നമ്മൾ ഓരോരോ പീസായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. അതായത് ടോട്ടൽ ഇറക്കത്തിൽ നിന്നും യോക്ക് പോർഷൻ്റെ ഇറക്കം മാറ്റി അതിന് ശേഷം കിട്ടിയ ഇറക്കത്തെ നമ്മൾ 4ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ്. കാരണം നമ്മൾ 4 തട്ടിലാണ് ചെയ്യുന്നത് സ്കേർട്ട് പോർഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഇതിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. അപ്പോൾ 39നെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആ ഒരു ഇറക്കം ഉണ്ടല്ലോ, അതാണ് നമ്മൾ എടുക്കേണ്ടത്. എനിക്കിപ്പോൾ 9.5 ഇഞ്ചാണ് കേട്ടോ കിട്ടുന്നത്. ആ 9.5 ഇഞ്ചിൻ്റെ കൂടെ നമുക്ക് മുകളിലും താഴെയും സ്റ്റിച്ച് ചെയ്ത് യോജിപ്പിക്കാൻ 1 ഇഞ്ച് തയ്യൽ തുമ്പ് വേണം. അപ്പോൾ ടോട്ടൽ 10.5 ഇഞ്ച്. നിങ്ങൾക്ക് ക്ലിയറായി എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ടോട്ടൽ വേണ്ടുന്ന ഇറക്കത്തെ നിങ്ങൾക്ക് എത്ര പീസായിട്ടാണോ ഡിവൈഡ് ചെയ്യേണ്ടത് അങ്ങനെ ഡിവൈഡ് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി ആഡ് ചെയ്യാം. ഇപ്പോൾ ഞാനിതാ ഇവിടെ നേരത്തെ പറഞ്ഞ അളവിൽ, അതായത് 10.5 ഇഞ്ച് ഇറക്കത്തിൽ 4 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. യോക്ക് പോർഷൻ അടക്കം നമുക്ക് 5 പീസാണ് വരുന്നത്. നമ്മൾ ടോട്ടൽ ഇറക്കത്തെ 4ആയി ഡിവൈഡ് ചെയ്തു, പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ യോക്ക് പോർഷൻ സെപ്പറേറ്റും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ രീതിയിലാണ് ഇപ്പോൾ ഞാനിത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഫ്രില്ലിടാൻ എത്രത്തോളം ക്ലോത്ത് എക്സ്ട്രാ വേണ്ടത് എന്ന് നോക്കാം. നമ്മുടെ യോക്ക് പോർഷൻ വെച്ചിട്ട് അതിൽ നിന്നും 14 ഇഞ്ച് എക്സ്ട്രാ ഉണ്ട് കേട്ടോ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാം 4ആയിട്ടാണ് ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു പോർഷൻ, അതായത് 4ആയി ഫോൾഡ് ചെയ്തതിൽ ഒരു പോർഷൻ 14 ഇഞ്ച് എക്സ്ട്രാ ഉണ്ട് കേട്ടോ. അപ്പോൾ 4 ഭാഗവും വരുമ്പോൾ അത്രയും നമുക്ക് എക്സ്ട്രാ കിട്ടും. ഒരു സൈഡിൽ ഫ്രില്ലിടാൻ വേണ്ടി 14 ഇഞ്ച് എക്സ്ട്രാ കിട്ടും. ആ രീതിയിലാണ് നമ്മൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് എല്ലാം കട്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഫസ്റ്റ് പോർഷനേക്കാളും 14 ഇഞ്ച് എക്സ്ട്രാ സെക്കൻഡ് പോർഷൻ ഉണ്ട്, അതിനേക്കാളും എക്സ്ട്രാ തേർഡ് പോർഷൻ ഉണ്ട്, അതിനേക്കാളും 14 ഇഞ്ച് കൂടുതൽ ഫോർത്ത് പോർഷൻ ഉണ്ട്. അങ്ങനെയാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇതൊരു മീഡിയം ഫ്രില്ലാണ്. നിങ്ങൾക്ക് ഇതിലും കൂടുതൽ ഫ്രിൽസ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ എടുക്കുന്ന ക്ലോത്ത് 20ഓ 25ഓ ഇഞ്ച് എക്സ്ട്രാ എടുക്കുക. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഫ്രില്ല് കിട്ടും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ എടുക്കുന്ന ക്ലോത്തിൻ്റെ മീറ്ററും കൂടും കേട്ടോ. ഇനി നിങ്ങൾക്ക് കുറച്ച് ഫ്രില്ല് മാത്രമേ വേണ്ടൂ എന്നുണ്ടെങ്കിൽ ഒരു 10 ഇഞ്ച് എക്സ്ട്രാ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഏതാണ്ട് ഒരു 5 മീറ്റർ അല്ലെങ്കിൽ 4.5 മീറ്ററിനുള്ളിൽ നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ ഫ്രണ്ട് പോർഷൻ്റെ യോക്ക് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒരു ക്രോസ് പീസും എടുക്കുക. അതിനുശേഷം ക്രോസ് പീസ് നെക്കിന് ചുറ്റും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. 2 ഭാഗവും നമ്മൾ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം.
ഇപ്പം നമ്മളത് കറക്റ്റായി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം മോശം വശത്തേക്ക് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് അവിടെ മുഴുവനായും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 2 പോർഷനും നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കണം കേട്ടോ. കണ്ടോ, ഞാനിപ്പോൾ ഇതാ ഒരു പോർഷൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ബാക്ക് പോർഷൻ എടുക്കാം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ബാക്ക് പോർഷന് നമ്മൾ നെക്ക് കട്ട് ചെയ്തിട്ടേ ഇല്ല കേട്ടോ. എന്നിട്ട് ബാക്ക് പോർഷൻ്റെ നല്ല വശത്തേക്ക് ഫ്രണ്ട് പോർഷൻ്റെ നല്ല വശം വെച്ചിട്ട് ഷോൾഡർ ജോയിൻ്റ് ചെയ്തെടുക്കാം. ഷോൾഡർ ജോയിൻ്റ് ചെയ്തതിന് ശേഷം സ്ലീവിൻ്റെ താഴ്വശം നമ്മളൊന്ന് 1/2 ഇഞ്ച് വിട്ടിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ആം ഹോളിലേക്ക് സ്ലീവ് ഒന്ന് ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം. സെൻറ്ററിൽ നിന്നും ഒരു സൈഡിലേക്കും വീണ്ടും സെൻറ്ററിലേക്കും സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് വീണ്ടും മറ്റേ സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ 2 സ്ലീവും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം സൈഡ് ഒന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടോ. 2 സൈഡും ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമ്മളിതാ ഫസ്റ്റ് കട്ട് ചെയ്തെടുത്ത ആ ഒരു സ്കേർട്ട് പോർഷൻ്റെ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ഒരു പീസിനെ ഫ്രില്ലിട്ടെടുക്കുക എന്നുള്ളതാണ്. നമ്മളിത് ഫ്രില്ലെടുക്കുമ്പോൾ യോക്ക് പോർഷൻ്റെ കറക്റ്റ് അളവിൽ വരുന്ന വിധത്തിൽ വേണം ഫ്രില്ലിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ നമുക്ക് ബാക്കി 3 പീസും ഫ്രില്ലിട്ടെടുക്കാം. ഫസ്റ്റ് പീസിൻ്റെ അളവിലായിരിക്കണം സെക്കൻഡ് പീസ് ഫ്രില്ലിടേണ്ടത്. സെക്കൻഡ് പീസിൻ്റെ അളവിൽ വരുന്ന വിധത്തിൽ തേർഡ് പോർഷനും തേർഡ് പോർഷൻ്റെ അളവിൽ വരുന്ന വിധത്തിൽ ഫോർത്ത് പോർഷനും ഫ്രില്ല് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളിതാ കറക്റ്റായിട്ട് ഫ്രില്ലിട്ട് എടുത്തിട്ടുണ്ട്. ഈ ഫ്രില്ല് എങ്ങനെയാണ് ഇത്രയും ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നുള്ളൊരു വീഡിയോ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിനെ യോക്ക് പോർഷനുമായിട്ട് ജോയിൻ്റ് ചെയ്യാം. ഫസ്റ്റ് യോക്ക് പോർഷനായിട്ട് ജോയിൻ്റ് ചെയ്യാം. സെക്കൻഡ് പോർഷൻ തേർഡ് പോർഷനുമായിട്ടും തേർഡ് ഫോർത്തും ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇവിടെ ഞാനിതാ വ്യക്തമായി കാണിച്ചു തരാം. ഇത് നമ്മൾ യോക്ക് പോർഷൻ സ്റ്റിച്ച് ചെയ്തെടുത്തതാണ് കേട്ടോ. അതിൻ്റെ താഴ്വശത്തേക്ക്, അതുകൂടാതെ അതിൻ്റെ നല്ല വശത്തേക്കായിരിക്കണം നമ്മൾ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കേണ്ടത്. നന്നായി ഫ്രില്ലിട്ടെടുത്തിട്ട് എല്ലാ ഭാഗത്തും ഈക്വൽ ആയിട്ട് ഫ്രില്ലുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം സ്റ്റിച്ച് ചെയ്യാം. ഇതുപോലെ യോക്ക് പോർഷൻ്റെ നല്ല വശത്ത് ഫ്രില്ലിൻ്റെ നല്ല വശം വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാം. കണ്ടോ, ഇപ്പോൾ നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫസ്റ്റ് പോർഷനിലേക്ക് നമ്മൾ സെക്കൻഡ് പോർഷനാണ് വെച്ച് കൊടുക്കുന്നത്. 2ൻ്റെയും നല്ല വശം വെച്ചിട്ട് മുഴുവനായും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേ മെത്തേഡ് തന്നെയാണ് നമ്മൾ ഫോർത്ത് പോർഷനും വെച്ച് കൊടുക്കേണ്ടത് കേട്ടോ. നമുക്കങ്ങനെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഒക്കെ ഇതേ ഒരു രീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമ്മളിതാ ഇപ്പോൾ അത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ ഫ്രില്ല് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒന്നുകൂടി പറയുന്നു, നന്നായി ഫ്രില്ല് വേണമെന്നുണ്ടെങ്കിൽ ഒരു 7-7.5 മീറ്ററോളം ക്ലോത്ത് എടുക്കാം. ഇനി നമുക്കിതിൻ്റെ ഏറ്റവും താഴ്വശം ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ ഓപ്പണിങ് വരുന്നില്ലേ ഫ്രണ്ടിൽ, അവിടെ നമ്മൾ 1 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. ആ 1 ഇഞ്ച് 1/2 ഇഞ്ച് ഒന്ന് ഫോൾഡ് ചെയ്യാം. വീണ്ടും ഒരു 1/2 ഇഞ്ച് ഫോൾഡ് ചെയ്തതിന് ശേഷം താഴ്വശം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. 2 സൈഡും ഇങ്ങനെ ചെയ്യണം കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മൾ അതും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഇതുപോലെ ഒരു പീസ് വെച്ച് കൊടുത്തിട്ട് ഒരു ബട്ടണൊക്കെ വെച്ച് ഹൈലൈറ്റ് ചെയ്തെടുക്കാം. ഇനി അതെല്ലാം നിങ്ങൾക്ക് ജസ്റ്റ് ഓപ്പണിംഗ് ആയിട്ട് അങ്ങ് ഇട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. കണ്ടോ, ഇപ്പോൾ നമ്മളത് പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളാണ്, പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ തീർച്ചയായും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. നമുക്കൊരു പ്ലെയിൻ പർദ്ദ പോലെ അല്ലെങ്കിൽ ഒരു എലൈൻ ഗൗണ് പോലെ അങ്ങ് സ്റ്റിച്ച് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഇതിട്ട് കൊടുക്കാം. ഇനി അതല്ല, ജീനും ടോപ്പും ഇട്ടിട്ട് അതിൻ്റെ മുകളിലും ഇടാം. ഞാൻ പലരും വെയർ ചെയ്ത് കണ്ടിട്ടുണ്ട്. ടീഷർട്ടും അതുപോലെ തന്നെ ഒരു ജീൻസും ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഓവർകോട്ടായിട്ടും ഇത് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അതെന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും കമൻ്റായിട്ട് ചോദിക്കുക. തീർച്ചയായും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അതുപോലെ ഈ ഡ്രസ്സിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു ലിങ്ക് ടച്ച് ചെയ്തിട്ട് ഇൻസ്റ്റഗ്രാമിലേക്ക് വരിക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നെക്സ്റ്റ് ടൈം പുതിയൊരു വീഡിയോയുമായിട്ട് വരും. അതുവരെ ബൈ, ടേക്ക് കെയർ.